സംസ്ഥാന പാതയിൽ NIT കോഴിക്കോട് അവകാശവാദം ഉന്നയിക്കുന്നു എന്ന ലേറ്റസ്റ്റ് വാർത്ത ഒരു ബോർഡ് വെച്ചു ഞങ്ങളുടെയാണെന്ന്. പൊതുഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു സർവകക്ഷി യോഗം ചേരാൻ പോകുന്നു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് EMS ഹാളിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് യോഗം നടക്കുക. മിഥില ബാലൻ മറ്റ് ഡീറ്റെയിൽസുമായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് മിഥില. ഇതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. മിഥിലയൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ. കോഴിക്കോട്ടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാമല്ലോ അല്ലേ? ഓക്കെ, പറയൂ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് SK. സുഖമായി പോകുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ വാർത്ത എന്നത് NIT അടുത്തിടെ വലിയ വലിയ വിഷയങ്ങൾ ഇതിനു മുൻപും വിവാദങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ മറ്റൊരു വിവാദത്തിൽ വെട്ടിയിരിക്കുകയാണ്. സംസ്ഥാന പാതയ്ക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ ഒരു വിചിത്രമായ ബോർഡ് ഈ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഈ റോഡ് NITയുടേതാണ് എന്ന ഒരു അവകാശവാദമാണ് ഇപ്പോൾ NIT അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു ഉത്തരവ് അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ EMS ഹാളിൽ സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സർവകക്ഷി യോഗത്തിലായിരിക്കും ഏത് തരത്തിലുള്ള ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. മറ്റൊരു റോഡ് ഉപയോഗിക്കണം എന്ന ഒരു നിർദ്ദേശം NIT മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന പാതയാണ്. വർഷങ്ങളായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ബസ് സർവീസ് ഉൾപ്പെടെ നടക്കുന്ന ഒരു റോഡാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു റോഡ് NITയുടേത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിചിത്രമായ ബോർഡ് അവിടെ NIT സ്ഥാപിച്ചത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് സ്ഥലം MLA ഉൾപ്പെടെ കൈക്കൊണ്ടിട്ടുള്ളത്. എന്തുതന്നെയായാലും വൈകിട്ട് 4 മണിക്കാണ് ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് യോഗം. SK. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ.